Hello guys, welcome back to our YouTube channel. ഇന്നലെ രാത്രി കിടക്കുന്ന മുന്നേ തന്നെ ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ തന്നെ എന്നെ വിളിക്കാൻ നിൽക്കണ്ടാന്ന്. എന്നാലും ഫാൻ ഓഫ് ചെയ്യാനുള്ളതും എന്നെ വിളിക്കാനുള്ളതായ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ഉമ്മച്ചിക്ക്, അത് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചിക്ക്. എന്റെ കണ്ണൊന്ന് തുറന്ന് കണ്ട പാടെ ഉമ്മച്ചി വന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൂടെ അടുത്ത് കൂടിയിട്ടുണ്ട്. എന്നെ എഴുന്നേപ്പിക്കലാണ് ലക്ഷ്യം. ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഹയാസിന്റെ ഹംനയുടെ ഓരോ സെറ്റ് ചായ കൂടിയും ബിസ്ക്കറ്റ് കഴിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അൽഹംദുലില്ലാ, ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വെയിലത്ത് വന്നിട്ട് ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ വന്നതാണ്. നല്ല വെയിലായിപ്പോയി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. വെയിലത്തുനിന്നൊന്ന് മാറി നിൽക്കട്ടെ. ഹംന, ഓ വീണ, കൈ വെച്ചതേ, കൈ തൂക്ക്. അപ്പോൾ വീട്ടിൽ വന്നു, രാവിലെ എഴുന്നേറ്റു. പിള്ളേർ കുറേ നേരമായിട്ട് എഴുന്നേറ്റു ഉമ്മച്ചിയുടെ കയ്യിലായിരുന്നു. എവിടെ ഹംനത് രാവിലെ എഴുന്നേറ്റ് ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ പുറത്ത് നടക്കുകയാണ് കേട്ടാ. എന്തെന്നാ അവിടെ? പൂച്ചേനെ ഓടിക്കാൻ പോണേണോ? കാക്കയുണ്ട്. പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട? പൂച്ച വെയിലത്തിരിക്കുന്നുണ്ട? പൂച്ച പോയേ. പ്രത്യേകിച്ച് രാവിലെ ഒരു പണിയില്ലാത്ത മോർണിംഗ് ആണ് കേട്ടോ ഇന്ന്. കാരണം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചായ കുടിക്കണം, പല്ല് വെച്ചിട്ടില്ല, പല്ലേക്കണം. ഇപ്പം സമയം എത്ര മണിയായി? 8:45, 9 മണിയായി സമയം. ഞാൻ 8 മണിക്കായി തോന്നുന്നു എഴുന്നേറ്റപ്പം. പയ്യങ്ങനെ 7:30 മുന്നേ ഇവള് എഴുന്നേറ്റ് പോകുന്നു എൻ്റെ അടുത്തുനിന്ന്. ഹയാസും ഉമ്മച്ചിയുടെ അടുത്ത് തന്നെ. ഹയാസ് എനിക്കൊന്ന് ഒരു 7 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവും. അല്ലെങ്കിൽ സാധാരണ സൺഡേ മദ്രസ ഉള്ളതുകൊണ്ട് വിളിച്ച് ഉപ്പാട് കളിക്കാനാണ് എഴുന്നേറ്റ് വന്നത് കേട്ടോ. ഇന്ന് നേരത്തെ എഴുന്നേറ്റ് ഉമ്മച്ചിയുടെ കൂടെ ഡാർക്ക് ഫാൻറ്റസി ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് അവിടെ ഇരുന്ന് ഫോൺ കാണുന്നുണ്ട്. ഉമ്മച്ചിയുടെ ഫോൺ വാങ്ങിച്ച് കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് കാണുന്നുണ്ട്. ഞാനിനി പല്ലേച്ചിട്ടില്ല. ഹംനാനെയും കൊണ്ട് ഹംനയുടെ ഒരു ട്രിപ്പ് ചായ കുടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹംനയും എഴുന്നേറ്റ് ഡാർക്ക് ഫാൻറ്റസിയും ചായയൊക്കെ കുടിച്ച്. ഹംന ചായ കുടിച്ചാ? ഹംന ഇപ്പോൾ ഇതേ മുറ്റത്തൊക്കെ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ചായ കുടിക്കണം. നേരത്തെ ഞാൻ പുറത്തുനിന്ന് മര്യാദക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. എവിടെ കയറട്ടേന്ന്? വണ്ടിമ കയറണ്ട, മറിയും. വണ്ടിമ കയറട്ടേന്ന് നീ ചോദിക്കണം. മുറ്റത്തുനിന്ന് മര്യാദക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. ഈ ഇലക്ഷൻ അടുത്തേക്കുന്നതുകൊണ്ടേ ഇനിയിപ്പോൾ എന്താണ്, ചൊവ്വാഴ്ച അല്ലേ ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മറ്റേ വോട്ടിൻ്റെ ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സാധാരണ എനിക്കൊരു ഫ്ലോ കിട്ടുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ ഇത്തവണ വോയിസ് ഓവർ ചെയ്യാതെ എല്ലാം മര്യാദക്ക് എടുക്കാനൊക്കെ വിചാരിക്കണേ. നോക്കട്ടെ. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ താക്കോലിട്ടാലല്ലേ തുറക്കാൻ പറ്റുള്ളൂ. എല്ലാം അറിയാം. എന്നാലും മുന്നേ മര്യാദക്ക് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഹയാസും കൂടി ഇന്നലെ ഈ വണ്ടിക്ക് വന്നത്. ഇക്കാക്കെ ഹംനയും കൂടി ഇക്കാടെ കൂടെ. ഹംനാനും എനിക്ക് ഇരുത്തി ഓടിക്കാൻ പറ്റില്ലല്ലോ വണ്ടി. അതാ സീൻ. ഹംന അടങ്ങിയിരിക്കൂല. അപ്പം ഇനി ബ്രഷും താക്കോലെടുത്തിട്ട് വാച്ചല്ലേ, താക്കോലിട്ട് വണ്ടി ഓടിക്കാനിരിക്കുന്നു. അപ്പം ഇനി ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ, ചായ കുടിക്കാം അല്ലേ ഹംന? വീട്ടിലെത്തിയാൽ പല്ല് തേക്കാൻ തന്നെ എനിക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂറിന് അടുത്തൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പറമ്പ് മൊത്തം നടന്ന്, പറമ്പെന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ നടന്നിട്ടാണ് പല്ല് തേക്കാറുള്ളത്. അതിന്റെ ഇടയിൽ നമ്മുടെ ഓണം ഫണ്ടിന്റെ പിരിവിന് വേണ്ടിയിട്ട് ഒരു ചേച്ചി വരും കേട്ടോ. അപ്പൊ ആ ചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചിനോടും കുറച്ച് സൊറയൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത വീട്ടിലുള്ളവരോടൊക്കെ ഞാനിങ്ങനെ കത്തിയടിച്ചിട്ടാണ് കേട്ടോ പല്ല് തേക്കുന്നത്. ഉമ്മിച്ചയ്ക്ക് ഇവിടെ വൻ സെറ്റപ്പിലല്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു ഗാർഡനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ശംഖുപുഷ്പമൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയാണല്ലോ. ഇതെന്തെന്നാ? പല്ലുതേപ്പും കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ മീൻകാരനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടെ തന്നെ നമ്മുടെ അയൽവക്കക്കാരും ഉണ്ട്. എല്ലാവരും കൂടി നിന്നിട്ട് മീൻ വാങ്ങിക്കുന്ന തിരക്കിലാണേ. നമ്മുടെ ഇവിടേക്ക് കൂടുതലും മീൻ പോയി വാങ്ങിക്കാറില്ല കേട്ടോ. ഇതുപോലെ ആളുകൾ കൊണ്ടുവരും, അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. ഇത് നമ്മുടെ സ്ഥിരം മിക്കാണ് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും കറക്റ്റ് ആയിട്ട് ഇക്ക വരും. പിന്നെ മീനിന്റെ എല്ലാ പേരുകളൊന്നും എനിക്ക് ഫെമിലിയർ അല്ല കേട്ടോ. ഈ പൂച്ച ഉണ്ടല്ലോ, എന്നെ കണ്ടപ്പോ തൊട്ട് എന്റെ പുറകെ എടുക്കാണ്. എന്നെ തട്ടി വീഴ്ത്താനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏരിമീനും അതുപോലെ ചാളയും കൂടിയാണ് വാങ്ങിയത്. ചാള ഇങ്ങനെ ഫോക്കസ് ആവണേ, സിനിമാറ്റിക് ആയതുകൊണ്ടാണ് ഫോക്കസ്. അപ്പൊ ഗൈസ് ഇനിയിപ്പോ ചായ അടിക്കാൻ വേണ്ടിട്ട് ഇരുന്നിട്ടോ. ചായക്ക് ഇന്ന് ചായ ഉണ്ട് ആദ്യം തന്നെ.
പിന്നെ പുട്ടുണ്ട്. ഇന്നലത്തെ ബീഫ് കറിയാണ് കേട്ടോ. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് തന്നെയുണ്ട്. അപ്പം ചായ കുടിക്കട്ടെ. ഫോണിൽ ചാർജ് കുറവാണ്, കുറച്ച് നേരം ചാർജ് കുത്തിയിടണം. പിന്നെ ഈ എൻ്റെ ഓൺ വോയിസിൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നണല്ലോ. ഒന്നാമത്തെ ഈ വോട്ടിൻ്റെ പാട്ടും ബഹളമൊക്കെയാണ്. ഇന്ന് കലാശക്കൊട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ചായ കുടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. ഹംനയുടെ പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി എടുത്തത്. ഹംന കഴിച്ചിട്ട് ആ പ്ലേറ്റിൽ തന്നെ ഇട്ടു. 2 പ്ലേറ്റ് ഉമ്മച്ചിന് കഴിയണ്ടല്ലോ. ഉമ്മച്ചി ഹയാസൊക്കെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഹംന വിരകുന്നുണ്ട് കാര്യമായിട്ട്. വോട്ടിന്റെ പാട്ടുകൾ വന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. ചായ കുടിയൊക്കെ ഒരു വിധത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ചായ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടിക്കാനിരിക്കുന്ന സമയമാണ് കേട്ടോ കൂടുതലായിട്ട് എടുക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഞാനും ഉമ്മച്ചും കൂടിയും കൂടിയാൽ നമുക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. വല്ലപ്പോഴും മാത്രമാണ്. ആക്ച്വലി ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ വന്നു പോകുന്ന ആളാണ്, പക്ഷെ നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങൾ എനിക്ക് വളരെ വിരളാണ് കേട്ടോ. കാരണം ഹയാസിന് സ്കൂളുള്ളതും മദ്രസ ഉള്ളതും അവന്റെ ഹോളിഡേയ്സും, പിന്നെ ഉമ്മിച്ചി ജോലിക്ക് പോകുന്നുണ്ട്, ഉമ്മിച്ചിയുടെ ഒരു ഹോളിഡേ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ചുണ്ടാക്കുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞു. പിന്നെ അത് കിടന്ന ബെഡ്ഷീറ്റും അതൊക്കെ ഒന്ന് വിരിച്ച് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാൻ നോക്കാണ്. ഞാൻ ഈ ചെയ്യുന്നതിന്റെ ഇടയിൽ 2 മക്കളും മാറി മറിഞ്ഞും വരുന്നുണ്ട്. ഒരു സമയത്ത് എന്റെ അടുത്താണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഉമ്മിച്ചിയുടെ അടുത്തേക്കായിരിക്കും കേട്ടോ. അപ്പൊ ഉമ്മിച്ചിയുടെ പണിയാണെങ്കിൽ അതിനനുസരിച്ച് സ്ലോ ആവും. പിന്നെ ഇവിടുത്തെ കളിക്കുന്ന സാധനങ്ങളെല്ലാം ബെർത്തിന്റെ മുകളിലാണ് കീപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് 2 മക്കൾക്ക് എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഉമ്മിച്ചിനൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടോ. കാര്യമായിട്ടുള്ള മുക്കുമൂലയൊന്നും ചേർത്തില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ട് കൊടുത്തു. ഉമ്മിച്ചപ്പോഴേക്കും അടുക്കളയിൽ ലഞ്ചിന്റെ പരിപാടികൾക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച മീനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഉമ്മിച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ ഇടത്തട്ടിന്റെ നേരാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഒരു 11-12 മണി അടുക്കൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കാറും കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മിച്ച് ഇന്നലെ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല തണുത്തിരിക്കുകയാണ്. ഇത് ഫുള്ള് എടുത്തിട്ട് നമുക്കിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനൊരു ഹാഫ് പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് പീൽ ചെയ്ത് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്റെ ഉമ്മിച്ചിയുടെ ഫേവറേറ്റ് ജ്യൂസ് ആണ് കേട്ടോ പൈനാപ്പിൾ ജ്യൂസ്. ഈ പൈനാപ്പിൾ ജ്യൂസും ഉമ്മിച്ചിയും ഞാനും കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, ഉമ്മിച്ചി എന്നെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ആ ഒരു ടൈമില് ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ, പണ്ട് ഈ കാർഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നോക്കാൻ. അന്നൊക്കെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടാണല്ലോ അറിയുന്നത്. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടു, പോസിറ്റീവ് ആണെന്നുള്ള റിസൾട്ട് ഒക്കെ കേട്ട് തിരിച്ചു വരും വഴി ഈ ഒരു സന്തോഷത്തിലിരിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ പാർട്ട്ണറൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ഉമ്മിച്ചിയുടെ അടുത്ത് വാപ്പിച്ച് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മിച്ചി ആദ്യമേ പറഞ്ഞത് ഉമ്മിച്ചിക്ക് പൈനാപ്പിൾ ജ്യൂസ് മതി എന്നാണ്. ആക്ച്വലി ഉമ്മിച്ചിക്ക് പ്രഗ്നൻസിയിൽ പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യണമെന്നുള്ള അറിവ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ വന്ന് ഉമ്മിച്ചിയുടെ ഉമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മിച്ചിയാണെങ്കിലും അന്ന് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയും ചെയ്തു, ഞാൻ എന്തായാലും ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. അപ്പൊ എനിക്കും ഉമ്മിച്ചിക്കും കുടിക്കാനുള്ള പൈനാപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ ഈ എടുത്തു വെക്കുന്നത്. വീണ്ടും ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഉമ്മിച്ചിയുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പുല്ലുകൾക്കുള്ള മരുന്നടിക്കുന്നതാണേ. ഇതാണ് മരുന്ന്. ഇതവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ആലുവല്ല. ഇതടിച്ചാ പുല്ല് എത്ര ദിവസം കൊണ്ട് പോകും? വെയിലുണ്ടെങ്കിൽ പോയിരിക്കും അല്ലേ. ഇതിന് അളവൊക്കെ ഉണ്ടല്ലേ ഒഴിക്കുന്ന. ഇത് മറ്റേ സോപ്പ് പുല്ലിനൊക്കെ കൂട്ടുണ്ടല്ലോ. ആഹാ, എൻ്റെ ഫോണാണ്. അത് ഡൈലൂട്ട് ചെയ്യാനാണോ? ഇത് എന്തോരം വെള്ളത്തിന് എന്തോരം പുല്ലിനാണെന്നൊക്കെ ഉണ്ടോ കണക്ക്? എന്നിട്ട് ഇത് വെച്ചിട്ട് വീണ്ടും ഇവിടെ മുളക്കുന്നുണ്ടല്ലോ. വീട്ടില് മറ്റേ വീട് മാറ്റ് ഇരിക്കണ്ടേ, അത് വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു റോള് വെച്ച് ഒരു ബാഗ് മൊത്തം ചെത്തിയിട്ട് അളവെടുത്ത് അങ്ങനെ പക്ഷെ അത് പോന്നറിയണ. പിന്നെ മറ്റേ ഇത് വന്നിട്ടില്ലല്ലോ, ഇതൊരു പുല്ല് ഇതിട്ടിട്ട് വണ്ടിലേക്ക് അത് ഇരിച്ചിട്ട് വലിയ കുഴപ്പമില്ല. എത്ര കാശുണ്ടെങ്കിൽ മാറ്റി പിടിക്കാം. പുല്ല് എത്തിക്കണ കാശ്, പുല്ല് എത്തിക്കണേന് 1000 രൂപ കൊടുക്കണം.
ഉമ്മിച്ചിത ഇവിടെ പുല്ലിനൊക്കെ മരുന്നടിക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മിക്കവാറും ഇവിടെ ചെയ്യാറുള്ളതാണ്. വീണ്ടും പുല്ല് മുളക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റഡ്ലി നടക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ഹംനാനെ കുളിപ്പിച്ച് സുന്ദരിമണിയാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. ഹംനയുടെ മുടി ഭയങ്കര ചുരുള മുടിയായതുകൊണ്ട് എത്ര നീട്ടം വെച്ചാലും അത്ര സെറ്റ് ആവില്ല. ഇവളുടെ മുടി ഏതാണ്ട് എന്നെ പോലെ തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ നീട്ടുള്ള മുടിയോടാണ് താല്പര്യമുള്ളത്. ഹയാസിന്റെ നല്ല നീട്ടുള്ള മുടിയാണ്. ഹംനാട് ഇനി നീട്ടിയെടുക്കണം. ഇനി എന്തായാലും ഒരു സ്ട്രെയിറ്റ്നറൊക്കെ വാങ്ങിക്കണം എന്തായാലും ഇൻഷാല്ലാ. പിന്നെ അതിന്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ പിള്ളേരുടെ ഡ്രസ്സ് വെച്ചേക്കുന്നത് ഞാൻ ഈ ഒരു പെട്ടിയിലാണ് കേട്ടോ. കാരണം നമ്മൾ മിക്കവാറും ഉണ്ടാവില്ല. ഈ വല്ലപ്പോഴും വന്ന് പോകലാണല്ലോ. അപ്പൊ ഇതിങ്ങനെ തുറന്നു വെച്ചാൽ പൊടിയൊക്കെ കയറി ആകെ അലമ്പാവും. ഇപ്പോഴാണെങ്കിൽ തുണികളൊക്കെ കൂടിയിട്ട് അതാണെങ്കിൽ അടക്കാനും പറ്റുന്നില്ല. അപ്പൊ കുറെ അവരെ ചെറുതായതൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വേണ്ടത് മാത്രം എടുത്തു വെക്കുകയാണേ. കിട്ടേണ്ട സാധനമൊക്കെ നീ പുറത്തേക്കണത് കുട്ടിയിലൂട്ടേ കൈ താഴ്ത്തിരുന്നു വിഷം കേട്ടോ എനിക്കത്. അമ്നാനോടാണ് പറഞ്ഞത് ഹംനോ തുറത്ത് വെച്ചത് അവിടെ തുറത്ത് നോക്ക്. അമ്പാ എനിക്കുണ്ടോ? അമ്നാന്റെ രണ്ടാമത്തെ ട്രിപ്പ് കുളിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉമ്മിച്ചേട്ടി കൗണ്ടർ ടോപ്പിൽ ഇരുന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹയാസിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരനായിട്ട് നമ്മുടെ കൊച്ചുതേത് ഇവിടെ സ്പൈഡർമാൻ ലുക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനും അധികം വൈകാതെ വേഗം പോയി കുളിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഉമ്മിച്ചിയുടെ ഇന്ന് നല്ല വഴക്കേക്കും. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. രണ്ട് പിള്ളേരെ ഇരുത്തിയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹയാസിന് പൊതുവെ വാരി കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഹംനയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അവൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അവൾ കഴിച്ചോളും. ഹയാസ് ഇരുന്ന് വാരുന്നത് കണ്ടില്ലേ? ഇതുപോലെയൊക്കെയാണ് ചിക്കി തോത്തിയിരിക്കലാണ് ഹയാസിന്റെ മെയിൻ പരിപാടി. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ പരിപാടികളൊക്കെ നോക്കാണ്. വേഗം തന്നെ ആ മുടി ഇങ്ങനെ കൈയോടെ കെട്ടി വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതൊന്ന് ചിക്കി തോത്തി ഉണക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. മുടിക്ക് നല്ല നീട്ടുണ്ട്, നല്ല ചുരുളിച്ചാണ്. ഞാൻ അതാ പറഞ്ഞത് എന്റെ പോലത്തെ മുടിയാണ് ഹംനാടേന്ന്. പിന്നെ ഞാൻ വേഗം മടി പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ നമസ്കാരം എന്നുള്ളത്. ഓൾറെഡി ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത് കൊണ്ട് തന്നെ സുബഹിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഇതിന്റെ കൂടെ കള്ളാ വീട്ടാന്നുള്ളതാണ്. അപ്പൊ ഞാൻ വേഗം ലുഹർ സ്കരിക്കാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു, നമസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. രണ്ട് പിള്ളേർ കഴിച്ചിട്ട് രണ്ടുപേരും അവിടെ റൂമിൻ്റെ അകത്ത് ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരും എടുത്ത് ഉറക്കണം. ഫുഡ് കഴിച്ചിട്ടാവാൻ ഉറക്കണം എന്നോർത്ത്. അപ്പം ഞാനും വെച്ചും ചോറിനാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചോറ് തീർമ്മിച്ച് ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കറി എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ കറി വെച്ചെടുത്തിട്ട് വരട്ടെ. വീട്ടിലിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആണ് കേട്ടോ. എല്ലാ നേരവും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും, ഇനി എനിക്ക് അത് മതിയാവോ, അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ, ഇങ്ങനെ പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കഴിപ്പിക്കുക എന്നുള്ളത് അത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വിളമ്പി തന്ന് ഇങ്ങനെ ഇരുത്തി കഴിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് കഴിപ്പിച്ചില്ലെങ്കിൽ ഉമ്മച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. മിക്കവാറും ഞാനും ഉമ്മച്ചിയും കൂടി തെറ്റാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കത് മതി, എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഞങ്ങൾ തെറ്റാറൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ലഞ്ചിന് മോരുകറി ഉണ്ട്. അതുപോലെ നമ്മൾ രാവിലെ വാങ്ങിച്ച ചാള ഉണ്ടല്ലോ, അത് ഉമ്മച്ചി നല്ല ഉള്ളി മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് വറുത്ത പപ്പടം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബീഫ് കറി ഇത് ഇന്നലെ ഉമ്മിച്ച് ഞങ്ങൾ വരുന്നത് കൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഓൾറെഡി അത് രാവിലെ നമ്മൾ പുട്ടിന്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഉമ്മിച്ച് അടുപ്പിലൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതും കൊണ്ടുവന്ന് എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. പിള്ളേരെ ഓൾറെഡി കഴിക്കൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാനും ഉമ്മിച്ചും കൂടി ഇരുന്ന് വീണ്ടും വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഞാൻ രണ്ട് പിള്ളേരെയും കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരെ രണ്ട് റൂമിലാക്കിയിട്ടുണ്ട്. ഉമ്മിച്ച് റെഡിയായി നിൽക്കുന്നത് കുടുംബശ്രീക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ റെഡിയായി നിന്നിട്ട് എന്റെ അടുത്ത് ടാറ്റ ബൈ ബൈ സീ യു ഒക്കെ പറയാണ്. എനിക്കപ്പോ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, ഞാൻ അതിനിരിക്കുകയാണ്. ഹലോ, അപ്പൊ ഞങ്ങള് ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിള്ളേർ രണ്ടുപേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റ് ഇതേ കളിക്കാൻ വേണ്ടി കിടക്കാണ് കേട്ടോ. അമ്മ ഇത്രയും നേരം കളിക്കണമായിരുന്നു. ചെരുപ്പൂരനും ചായ കുടിക്കണം. ഉമ്മിച്ചി കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തു, ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി ചായ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മിച്ചി അവിടെ. പിന്നെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹയാസിൻ്റെ ഒച്ചേണ്ട സൗണ്ട് കേട്ടുകൊണ്ടിരിക്കണേ. അവിടെ അടുത്ത വീട്ടിലെ റാശയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ കിടന്നൊന്നും നല്ല ഒച്ചപ്പാടും ബഹളമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അവിടുത്തെ പോലെയല്ല, അവിടെയും കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഓടാനുള്ള കുറേ വഴികളൊക്കെ ഉണ്ട്. ഇടവഴികളൊക്കെ കിട്ടും എനിക്ക് ഓടി കളിക്കാനായിട്ട്. അവിടെ ഈ ഇടവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കൂടെ ഫുള്ള് ഓട്ടവും ചാട്ടൊക്കെയാണ്. ഹംന ചായ കുടിക്കാം. ഹംന മുടി കെട്ടിയത് എന്തി? ഇപ്പം ഞാനൊരു ബുഷ് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. ബുഷ് എന്തി? ബുഷ് എന്തേ കണ്ട? ബുഷ് ഊരി കൈ പിടിച്ചിട്ടുണ്ട്. തരൂല. എന്ത് കുറുമ്പിയാടി. ചായ കുടിക്കാം നമുക്ക്. കാക്ക പോയാ? ആ, നമുക്ക് ചായ കുടിക്കാം. ഒരു ഹായ് പറഞ്ഞവരോട്. ഹായ് ഹായ് എന്ന് പറ.
ഹലോ ഗായ്സ് പറഞ്ഞു അമ്പ. ഞങ്ങളിപ്പോ അമ്പെല്ലാം പഠിച്ചിട്ടുണ്ട്. അതാ ഞങ്ങൾ എപ്പോഴും അമ്പലും നാക്ക് അടിക്കണ കൂറുമ്പി പറവല്ലോ. ചായ കുടിക്കാം വാ. അപ്പൊ നമുക്ക് ചായ കുടിക്കാം വായോ. ഇവിടെ ചായ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിന്ന് ഈ സാധനം ഉണ്ട്. ഇതിങ്ങനെ നാക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്നാ ഹന്നാക്കുന്ന ഹയാസ് കിടന്ന് കാറി പൊളിക്കാണ്. പിന്നെ ഇതിനെ ഞങ്ങൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കാതെന്നൊക്കെ അല്ലേ പറയാറുമ്പോ ഉഴുന്നുവട കാത്. ഉമ്മച്ചിയുടെ ചേമ്പ് പൊളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. ചായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. രാവിലെ എന്റെ മോനിക്ക് കട്ടൻ ചായ കൊടുത്തെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. ഡാർക്ക് ഫാന്റസിയുടെ കട്ടൻ ചായ കൊടുത്തെന്നു ഉമ്മച്ചി. അപ്പൊ ഇവിടെ ഉമ്മച്ചി ഇപ്പോൾ ചേമ്പ് ഇന്നലെ പുഴുങ്ങിയ ചേമ്പാണ് കേട്ടോ. അതിരുന്ന് പീൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇനി ചായ കുടിക്കണം അല്ലേ ഹംന? എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്ളോഗിൽ ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ വന്ന് നിൽക്കുന്ന 2 ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫ് പോവാന്നുള്ളതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും സിറ്റൗട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ സമയത്തൊക്കെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഈ സമയത്ത് നല്ല മിക്കവാറും എല്ലാ സമയത്തും ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കാൻ ഭയങ്കര രസമാണ്. നല്ല കാറ്റും കിളികളുടെ സൗണ്ട്, എപ്പോഴും കിളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ്. ഹയാസ് കളിയും കഴിഞ്ഞിട്ട് ഇതേ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ഹംന വായില സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. റാഷയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് വലിയ ഹർബറി ഇല്ലാത്തൊരു സൺഡേ ഇങ്ങനെ കിട്ടുന്നത്. അപ്പം അത് മാക്സിമം വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നൈറ്റ് ആവും, നമ്മൾ ഫുഡൊക്കെ കഴിക്കും, കിടന്നുറങ്ങും. എനിക്ക് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. പിള്ളേരെ കൂടെ അങ്ങനെ ഒരു ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാനും ഉമ്മിച്ചും പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഇക്കാക്ക് ഇന്നിന് വരില്ല കേട്ടോ. നാളെ നമുക്കൊരു അത്യാവശ്യമുണ്ട്. അപ്പം രാവിലെ വരണം. പിന്നെ ഇപ്പോൾ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊന്നും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും രാവിലെ വരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ, സീ യു.